അങ്ങനെ നൂറ എവിക്റ്റഡ് ആയിരിക്കുകയാണ്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ മിഡ് വീക്ക് എവിക്ഷൻ്റെ രണ്ടാം എവിക്ഷനിൽ നൂറ ഇപ്പോൾ പുറത്തു പോയി. അതിൻ്റെ ടാസ്ക് ഈ പറഞ്ഞ പോലെ പസിൽസ് ഫില്ല് ചെയ്യലായിരുന്നു. നൂറയുടെ പസിൽസിൽ മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നൂറ പുറത്തായിരിക്കുകയാണ്. എല്ലാവരോടും കെട്ടിപ്പിടിച്ചു, അനുമോളും കെട്ടിപ്പിടിച്ച് സംസാരിച്ച് പുറത്ത് കാണാമെന്നെല്ലാം പറഞ്ഞ് നൂറ പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ എല്ലാം ജയിച്ച് എല്ലാവരുടെയും പ്രേക്ഷകരുടെയൊക്കെ ഇഷ്ടപാത്രമായ ആദില നൂറ നിന്നിരുന്ന സമയത്താണ് പുറത്തു നിന്നുള്ള ടീം അകത്തേക്ക് വരുന്നത്. അവരുടെ മാനിപ്പുലേഷനിൽ വീണു എന്ന് വേണം കരുതാൻ ആദിലയും നൂറയും. അപ്പോൾ ആദില തന്നെ പുറത്തിറങ്ങിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഞങ്ങൾക്കും എന്ത് സംഭവിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചു എന്ന്. സ്വന്തമായിട്ട് ഒന്നും നേരിട്ട് കാണാതെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കുറേ ഡിസിഷൻ, പെട്ടെന്നുള്ള ഡിസിഷൻ, ആദിലയുടെ ആ ഡിസിഷനാണ് നൂറ ഇപ്പോൾ ഔട്ടാവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആ സമയത്ത് അവർ ന്യൂട്രലായിട്ട് നിന്ന് പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങൾ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി പേഴ്സണലായിട്ട് അനുമോളായിട്ട് സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പറയാൻ പറ്റില്ല, ഒരു പക്ഷേ നൂറ ടോപ്പ് 5 കടന്നേനെ. പക്ഷേ ഇത് അത്രയും ഒരു രീതിയിലാണ് അവിടെ നൂറ പിന്നെയും സൈലൻ്റായിട്ടാണ് നിന്നത്. നൂറ ആദ്യം തൊട്ട് തന്നെ നമുക്കറിയാം സൈലൻ്റായിട്ടാണ് കളിച്ചിരുന്നത്. ആവശ്യ സമയങ്ങളിൽ മാത്രമാണ് നൂറയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ അതിലങ്ങനെയല്ല. അതിൽ പല സമയങ്ങളിലും എടുത്തുചാട്ടം, പിന്നെ ദേഷ്യം പ്രകടിപ്പിക്കൽ, പിന്നെ കാര്യങ്ങൾ തൻ്റെതായ രീതിയിൽ വന്നില്ലെങ്കിൽ അതെല്ലാം അഗ്രഷൻ കാണിക്കൽ, ഇതെല്ലാം ആദില സമ്മതിച്ചുമാണ് ലൈവിൽ പറഞ്ഞിട്ട്. ആ ഒരു എടുത്തുചാട്ടം ഇനിയിപ്പോൾ അതിലേക്ക് വന്നത് തിരുത്താൻ പറ്റില്ലല്ലോ. ആദില പുറത്തു പോയി, ഇതിപ്പോൾ നൂറയും പുറത്തു പോയിരിക്കുകയാണ്. തൻ്റേതല്ലാത്ത കാരണം അത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ദൗർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാതെ മാനിപ്പുലേഷനിൽ, ഇതൊരു ഗെയിമാണ്, ആ ഗെയിമിൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. വൈസ് ഡിസിഷൻസ് കറക്റ്റ് സമയത്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ, അല്ലെങ്കിൽ ഒരു ടൈറ്റ് ഗെയിമായതിനെ ചിലപ്പോൾ അക്ബർ ചിലപ്പോൾ കയറുമായിരിക്കാം. പക്ഷേ നെവിൻ നൂറ ആ ഒരു കാര്യത്തിൽ നെവിൻ എനിക്ക് തോന്നി ഇന്നലെ 1-2 ദിവസം നെവിൻ അത് ഗെയിം നല്ല രീതിയിൽ കളിച്ചു. കാര്യം നെവിൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഒരു പോസിറ്റീവ് വൈബോട് കൂടി നിന്നപ്പോൾ അതോടൊപ്പം തന്നെ ആദില നൂറയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള ഡിസിഷൻസ്, അപ്രോച്ച്, അത് വോട്ടുകൾ ഭയങ്കരമായിട്ട് മറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി എന്ന് വേണം കരുതാൻ. അതല്ല ചിലപ്പോൾ സാധാരണ രീതിയിലാണെങ്കിലും നൂറ ഔട്ടാവാനായിട്ട് സാധ്യതയുണ്ടോ എന്നൊന്നും അറിയില്ല എനിക്ക്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു 2-3 അല്ലെങ്കിൽ 3-4 ദിവസം ഈ പുറത്തു പോയ ആളുകൾ അകത്ത് കയറിയതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഈ നൂറ് ഔട്ടായതിന് കാരണമായി എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ടോപ്പ് 5 എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. അനീഷ്, നമ്മുടെ അനുമോൾ, ഷാനവാസ്, അക്ബർ, നെവിൻ. ഇനി എന്താണ് അവസ്ഥ എന്ന് ഫിനാലിൽ തന്നെ കാണാം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ തരിക. അടുത്തൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു.